അയ്യോ 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 പ്ലീസ് 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 ചേട്ടാ പ്ലീസ് ഒരു മിനിറ്റ് ഒന്ന് തുറക്കണേ പ്ലീസ്. ഇല്ലില്ല എന്റെ ചാൻഡ് ഇരിക്കണില്ല, വെപ്രോളം ധൃതി പരവേശവും. ഒന്ന് തുറക്കണേ ചേട്ടാ പ്ലീസ്. അടക്കും, അതുകൊണ്ടാണ്. അടക്കും. അടക്കുന്നു? അല്ല തുറക്ക്, അടക്കില്ലെങ്കിൽ ഞാൻ തുറന്നാ നീ തുറക്കാൻ പറയുമ്പോ എനിക്ക് അത്യാവശ്യം എങ്ങോട്ടാ പോണത്? ഞാൻ അത്യാവശ്യമായിട്ട് തുറക്കാൻ തുറന്നില്ല. സ്കൂട്ടർ ആരുണ്ടോ? അയ്യോ സ്കൂട്ടർ ആര് കൊണ്ടുപോകും? അതന്നെയല്ലേ ഞാൻ നോക്കിക്കോളൂ. ഇല്ലല്ല അത് നോക്കാൻ പറ്റൂല. ഇല്ലല്ല അത്യാവശ്യം നടക്കൂല. തുറക്ക്, ഇല്ലെങ്കിൽ അടക്കൂ. എന്റെ ദൈവമേ, എങ്ങനെയാണ് സഹകരിക്കും പ്ലീസ്. ഇല്ലല്ല അങ്ങനെ പറ്റൂല. അങ്ങനെ തുറക്കാൻ പറ്റില്ല, അവിടെ അടച്ചു പോകുന്നു. എടോ എനിക്ക് സിഗ്നൽ കിട്ടാതെ ഞാൻ തുറക്കില്ല. സിഗ്നൽ വേണമെങ്കിൽ ഞാൻ തരാം. സിഗ്നൽ കൊടുത്ത് നല്ല പരിചയമുള്ളത്. മിക്കയിടത്തും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. സിഗ്നൽ അല്ലേ? ആ സിഗ്നൽ അല്ല പറഞ്ഞത്. എനിക്ക് റെയിൽവേന്ന് സിഗ്നൽ ഇട്ടു എന്നാ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. എന്റെ പൊന്നു സുഹൃത്തെ, ഒന്ന് സഹകരിക്കൂ. അതുകൊണ്ടാണ്. ഹലോ, നിങ്ങൾ പറയുമ്പോ സഹകരിക്കാൻ ആളല്ല ഞാൻ, മനസ്സിലായില്ലേ? എനിക്ക് ഗവൺമെന്റിന്റെ ഓർഡർ ഉണ്ടാണ്, എന്നാലേ ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കണേ, എന്നിട്ട് സഹകരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. സഹകരണം എവിടെ ചെന്നാലും പ്രശ്നമാണല്ലോ. എനിക്ക് കഴിഞ്ഞ ദിവസം റേഷൻ കടന്ന് ഞാൻ ഇച്ചിരി സാധനം മേടിച്ചു. അവിടുത്തെ തലേ വെക്കാൻ എനിക്ക് ഒറ്റക്ക് പറ്റാണ്ട് അവർ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിയോടും സഹകരിക്കണോ. അത് വലിയ വിഷയം. അത് ശരി, അത് വേണ്ട വലിയ കേസ് കെട്ടാക്കി അവരെടുത്ത്. സഹകരണം എന്നുള്ള വകുപ്പും ഇതൊക്കെ എടുത്ത് കളയണം. അതെ, നിങ്ങൾ പറയുമ്പോ തുറക്കാനും അടക്കാനും എനിക്ക് സർക്കാർ ശമ്പളം തരുന്ന ഡ്യൂട്ടിക്ക് വെച്ചേക്കാം. അതിന് നിങ്ങൾ പറയുന്നതിന് ചെയ്യാനല്ല. സുഹൃത്തെ, ഈ സർക്കാർ ശമ്പളം തന്നെ ഉണ്ടല്ലോ. അതെ, ഞങ്ങളെ പോലുള്ള ആൾക്കാർ പണിയെടുത്തിട്ട് വൈകുന്നേരം ബിവറേജിൽ കൊണ്ട് കൊടുക്കണം. ആ കാശാനെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് മേടിച്ചോണ്ട് പോണം. അതിന് ഞാനേ കേരളത്തിൽ നിന്നല്ല ശമ്പളം പിടിക്കുന്നത്, എനിക്ക് ശമ്പളം കേന്ദ്രത്തിൽ നിന്നാ. അതാണ് അഹങ്കാരാണ് നിങ്ങൾക്ക്. നിങ്ങൾ കേന്ദ്രൻ, ഞാൻ കേരളൻ. ആ ഒരു വിവേചനം നിങ്ങൾ കാണിക്കുന്നു. അതെന്തായാലും പ്രശ്നം. നടക്കൂല, അങ്ങനെ തുറക്കാൻ പറ്റൂല. നിങ്ങൾ ഇഷ്ടത്തിനുള്ളതല്ല. സുഹൃത്തെ കണ്ട, അയ്യോ ഉറപ്പായിരുന്നു അട കിട്ടുമെന്ന്. എനിക്ക് ഉറപ്പായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ തട്ടുകിടയുണ്ടോ? അതങ്ങനെ വെച്ച് അട കിട്ടുമെന്ന് പുള്ളി അത് തിന്ന അടയല്ല, ഗേറ്റ് അട കിട്ടുന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. തുറക്ക്. ഇല്ല തുറക്കാൻ പറ്റില്ല. നിന്റെ ഒരാളുടെ മേക്കപ്പിന്റെ കുഴപ്പമാണ്. എവിടെയെങ്കിലും പോവാൻ നിന്ന് കഴിഞ്ഞാല് അപ്പൊ പോയി കണ്ണാടിന്റെ മുമ്പിൽ നിൽക്കും. നിസ്സാര സമയമാണ് നിൽക്കുന്നത്. 3 മണിക്കൂറാണ് നീ കണ്ണാടിന്റെ മുമ്പിൽ ചെലവഴിച്ചത്. ഇതെന്ത് കാണിക്കാനാണ് നീ കണ്ണാടിന്റെ മുമ്പിൽ ഇങ്ങനെ 3 മണിക്കൂർ നിൽക്കുന്നത്? പേടിക്കൂലേ? അല്ല, ഒരാള് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് 3 മണിക്കൂർ നിൽക്കുമ്പോ നമുക്കൊരു പേടി വരില്ലേ? അതങ്ങനെ ഉണ്ടാവൂലേ? അല്ലേട്ടാ, ധൃതി പിടിച്ച് ഞങ്ങൾ എന്താ പ്രശ്നം? എന്താ? ഇവളുടെ അമ്മായിയെ മോളെ പോലെ കണ്ടിരുന്ന എടുത്ത് വളർത്തിയിരുന്നതാണ്. അമ്മായി ഇപ്പൊ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. എവിടെ? ആറ്റിങ്ങൽ സ്റ്റേജിലല്ല, അത്യാസന്ന നിലയിൽ കിടക്കാണ്, വായു വലിച്ചോണ്ടിരിക്കാണ്. അപ്പൊ അമ്മായി മരിക്കണേക്ക് മുമ്പ്, കണ്ണടക്കണേക്ക് മുമ്പ് ഇവളെ ഒരു നോക്ക് കാണണമെന്ന് പറഞ്ഞു. അതിന് വിളിച്ചതാണ്. എന്നിട്ടാണ് അവള് 3 മണിക്കൂർ കണ്ണാറിന്റെ മുമ്പിൽ പോയി നിന്നത്. അപ്പൊ മേക്കപ്പെട്ട നന്നായി. എന്താ മേക്കപ്പെട്ട നന്നായി? എന്താണ് ഈ അമ്മായി മേക്കപ്പെട്ട എന്ന് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴങ്ങനെ അറ്റാക്ക് വീണ് ചത്തുപോയാലോ? അതൊക്കെ ഒരു ധാരണയുണ്ട് പെണ്ണുങ്ങൾക്ക്. തുറന്നേരി, ഞാൻ പോയേക്കാം. എന്തിനാ അത് തുറക്കാൻ പറ്റില്ല? പറഞ്ഞല്ല പിന്നെ അവര് പറഞ്ഞു വെച്ചാൽ എനിക്കിത് തുറന്നു തരാൻ പറ്റുമോ? എന്റെ പൊന്നോടെ എന്നെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട്. സാറേ, ഹലോ ഇവിടെ റേഞ്ച്. ഹലോ, ഞാൻ വെറുതെ വിട്ടതാണ് ഞാൻ കേട്ടാ. നിങ്ങളെ എനിക്ക് മനസ്സിലാവാൻ മനസ്സിലാവാൻ നീ പിന്നെ ഇപ്പം കെട്ടിയതിലോട്ട് നടക്കണോണ്ടാ? അത് പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം പെണ്ണുങ്ങൾക്ക് ഉള്ളത് 3 വാക്കാണ്. സാഹചര്യത്തിന്റെ 3 വാക്ക് ഇതെടുത്ത് കളയണം. സാഹചര്യത്തിന്റെ സമ്മർദ്ദം, അച്ഛൻ സമ്മതിച്ചില്ല, സ്വന്തം ആങ്ങളെ പോലെ കാണണം. ഈ വാക്കെടുത്ത് ആണുങ്ങൾ കേട്ടാ. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? പരിചയം 12 വർഷം എന്റെ നെഞ്ചിലേറ്റ് നടന്ന. അതാണ് ഞാനിപ്പോ 2 അടിച്ചിട്ട് നടക്കണം, അറിയാവാ? സങ്കടം കൊണ്ട്. അതാണല്ലേ? ഞാനൊന്നും പറയാൻ പോണില്ല. ഇല്ല, കുറച്ചു നേരം കഴിയും. വണ്ടി ലേറ്റ് ആയിട്ടാണോ വന്നത്? ഇന്നലെ ഈ സമയത്ത് വരേണ്ട വണ്ടിയാണ്, ഇന്ന് ഈ സമയത്ത് വരും. കുഴപ്പമില്ല, ഗരീബിനത് പോയാ തുറക്കാം. ഭഗീരഥൻ വരാതെ ഇനി പോക്ക് നടക്കില്ല. ഭഗീരഥനല്ല, ഗരീബിനത് എന്നാ പറഞ്ഞത്. ഇയാളെന്താ ഈ തിരക്കിട്ട് ഇവിടെ കിടന്ന് കാണിക്കുന്നത്? എനിക്ക് ഒന്ന് തുറന്നുവിടാൻ ഞാൻ പറഞ്ഞ ഇയാൾ സമ്മതിക്കുള്ളൂ. അല്ല, എന്താ ഇത്ര അത്യാവശ്യം അപ്പുറത്തോട്ട് പോകാൻ? നമുക്ക് മരുന്ന് മേടിക്കാം. ചേട്ടാ, അതൊന്ന് തുറന്നു കൊടുക്കും. പുള്ളി പോട്ടെ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. എന്തിന്? പുള്ളിക്ക് മരുന്ന് മേടിക്കാനാണ്. മരുന്ന് മേടിക്കാനാ? താൻ എന്ത് മരുന്നാ വിചാരിച്ചേ? ആ മരുന്നല്ല, ഈ മരുന്ന് മേടിക്കാനാണ് പുള്ളിക്ക്. മദ്യം മേടിക്കാൻ? താനെന്താണോ പറഞ്ഞത്? അമ്മക്ക് മരുന്ന് മേടിക്കാനാണ് പറഞ്ഞത്. അമ്മക്ക് മരുന്ന് മേടിക്കാനല്ല, നമുക്ക് എടോ, ഇങ്ങനെ കള്ളു കുടിച്ചാലേ തന്റെ കരള് പോവും. അയ്യോടോ.
ഉണ്ടായിരുന്ന ഒരു കരള് പോയി. എന്താ അല്ല കരണ്ട് പോയാ? കരള് ഇപ്പൊ പോയി. എന്നിട്ട് മാറ്റി വെച്ചില്ലേ? ഇല്ല, അത് വേറൊരാക്കെടുത്ത് മാറ്റി വെച്ചു. എനിക്ക് മനസ്സിലാവണില്ല. സർക്കാർ ഉദ്യോഗസ്ഥനെ കണ്ടപ്പോ അവൾ അതിന്റെ പുറകെ അല്ല, വേറെ കരള് മാറ്റി വെക്കാൻ തോന്നി. അല്ല, സാറിനെ മനസ്സിലാവണ്ടുള്ളൂ, എനിക്കെല്ലാം മനസ്സിലായി. ഇതേത് ട്രെയിനാ? ഓ, ഇതേത് ട്രെയിനാന്ന്? ദുരന്തം. ഇവിടെ ഒരെണ്ണം നിൽക്കുമ്പോഴാ എന്ത് ദുരന്തം? ദുരന്തല്ല, ദുരന്തോ എക്സ്പ്രസ്, അതാ പോയത്. ആ എക്സ്പ്രസ് പോലെ പോണത്. അതെ ചേട്ടാ, ഇനി തുറന്നു ട്രെയിൻ പോയല്ലോ. ഇല്ല, ഇതിന്റെ പുറകെ വേറൊരു ട്രെയിൻ കൂടി ഉണ്ട്, അത് പറ്റി തുറക്കാൻ പറ്റുമോ? അയ്യോ, ഇതെന്തൊരു കഷ്ടമാണ്. ഭാരം പിടിയല്ലാത്ത രീതിയിലാണല്ലോ. നമ്മളിനി അടുത്ത ട്രെയിനിന് ഒരു മാസം നമ്മൾ കാത്തു നിൽക്കണ്ടേ അല്ലേ? കുടുംബജീവിതമൊക്കെ എങ്ങനെ പോണ്? കുടുംബജീവിതമൊക്കെ എങ്ങനെ പോണ്? കുടുംബജീവിതം അടിപൊളിയായിട്ട് പോണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ പരാജയമുള്ളൂ. ഒരു രക്ഷയില്ല. അതെങ്ങനെ ലൈഫൊക്കെ എങ്ങനെ? കല്യാണമൊക്കെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അയ്യോ, എന്ത് പറ്റി? അത് ഓരോരോ പ്രശ്നങ്ങൾ. എന്ത് പ്രശ്നങ്ങള്? ചില സാമ്പത്തിക സാഹചര്യങ്ങൾ, പ്രത്യേക സാഹചര്യങ്ങൾ. പിന്നെ ആങ്ങളിനെ പോലെ കാണണം, അച്ഛൻ സമ്മതിച്ചില്ല. ഓ, കാമുകി ചതിച്ച്. അങ്ങനെയുള്ള കാമുകി ചതിച്ച്. ഓ, ചതിച്ചെന്ന് പറഞ്ഞാലും ഉണ്ട് എന്റെ പൊന്നോ. ചതിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ 10-12 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൈക്കിളൊക്കെ നടന്നതാണ്. പിന്നെ അങ്ങ് തേച്ച് കതച്ച് പിച്ചി എടുത്ത് താഴേക്കിട്ട് ചവിട്ടി കൂട്ടി നേരെ ഭിത്തിയിലൊട്ടിച്ച് ആ റൂട്ടില് പോയി. ആ റൂട്ടിൽ അവളൊക്കെ ഉണ്ടല്ല, അവളൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കും. നശിച്ച് നാരായണക്കല്ല് എന്താടി ഓണ്ടെന്ന് പറഞ്ഞ ഗേറ്റ് തുറക്കണ്ടേ? ആ അയ്യോ എടി, നിന്റെ ആങ്ങളെ വിളിക്കണുണ്ടല്ലോ, അവിടെ നിന്നായിരിക്കുള്ളൂ. വിളിച്ചേ. ഹലോ അളി, ഹലോ ഹലോ അളിയാ, കേക്കലുണ്ടോ? ഹലോ, ഞങ്ങളിവിടെ ഗേറ്റിന്റെ അടുത്ത് നിൽക്കാണ്. ആ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് വെള്ളവടി നിർത്തി നല്ലൊരു പെങ്കൊച്ചിനെ നോക്കി കെട്ടിക്കോണം. മനുഷ്യന് സമാധാനം. വെള്ളവടി നിർത്തി കെട്ടിക്കോണമെന്ന് നിന്നെ പോലെ അല്ലടി ഞാൻ. ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ള അവളെ എനിക്ക് കെട്ടാൻ പറ്റില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട, അറിയാവോ? അങ്ങനെ വിഷമിക്കല്ലേ, വിഷമിക്കല്ലേ. അങ്ങനെ നടന്നാണ് നമ്മൾ. കഴിഞ്ഞത് കഴിഞ്ഞു ചേട്ടൻ. ജോലിയില്ലെന്നും പറഞ്ഞ സർക്കാർ നല്ല കുട്ടിയായിട്ട് ജീവിക്ക് പ്ലീസ്. നമ്മൾ എന്തെല്ലാം സ്വപ്നം കണ്ടാണ് നിനക്കറിയാം. ആണ്, എനിക്കറിയാം. അനിയത്തിപ്രാവ് പോലെ കുഞ്ചാക്ക പോവാൻ ആ ബൈക്കിലിരുത്തി പുറകിരുത്തിക്കൊണ്ട് ലോകം ചുറ്റും എന്തെല്ലാം. അത് നടന്നില്ല. പോട്ടെ, അടുത്ത പെണ്ണിനെ കെട്ടി അങ്ങനെ ആക്കാലോ. നിനക്കറിയാവോ, ഈ ഹൃദയത്തിൽ ഒരു ഡോറ് പണിതിട്ട് അതിനകത്ത് നിന്നെ കയറ്റി വെച്ചിട്ട് ഇതുപോലെ ഒരു താക്കോലിട്ട് കൂട്ടി ഏതെങ്കിലും ഉത്തരത്തെ കൊണ്ടിടണമെന്ന് കാണാൻ ഒരുപാട് ആഗ്രഹങ്ങൾ. ഞാനിട്ടിപ്പോ എല്ലാം നശിപ്പിച്ചില്ല. ആ, നിനക്ക് നിങ്ങളെ പെണ്ണുങ്ങളല്ലല്ലോ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല. ഏട്ടാ, അങ്ങനെയൊക്കെ പറയല്ലേ. ഈ റെയിൽവേ ട്രാക്കിന് മുമ്പിൽ ഇങ്ങനെയൊക്കെ പറയല്ലേ. നിനക്കൊരു കാര്യം അറിയാവോ, നിന്നെ കിട്ടാതെ വന്നപ്പം ഞാൻ ഈ റെയിൽവേ ട്രാക്കിൽ നിന്നും പാട്ട് പാടുമായിരുന്നു. അങ്ങനെ ഞാൻ പാടിപ്പാടി കുറച്ചുപേര് കണ്ടുപിടിച്ചാണ് ട്രാക്ക് ഗാനമേള. അതാണ് പിന്നീട് ട്രാക്ക് ഗാനമേളയായിട്ട് എല്ലാം നിനക്ക് വേണ്ടിയായിരുന്നു ഞാൻ ചെയ്തത്. ചേട്ടൻ വരുന്നുണ്ടെങ്കിൽ എന്താ ഏട്ടാ? അമ്മായി പോയി. അമ്മായി പോയി. അതെന്ത് വർത്തമാനാ പറയുന്നേ? നമ്മളെ അങ്ങോട്ട് വിളിച്ചിട്ട് അമ്മ വയ്യാത്ത അമ്മായി എങ്ങോട്ട് പോയി? എനിക്ക് അത്ത് മുകളിലോട്ട് പോയത്, മരിച്ചുപോയി അമ്മായി. അയ്യോ, എന്റെ അമ്മായി പോയേ. എനിക്ക് എന്റെ അമ്മായിനെ ഇപ്പൊ കാണണം. ഏട്ടാ, എന്റെ അമ്മായിനെ എനിക്ക് ഇപ്പൊ കാണണം. ചേട്ടാ, ഒന്ന് ഗേറ്റ് തുറന്നാ ചേട്ടാ, എനിക്ക് എന്റെ അമ്മായിനെ കാണണം. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തായാലും അവര് മരിച്ചു പോയില്ലേ, ഇനിയിപ്പോ ഇത്തിരി വൈകിച്ചെന്താ കുഴപ്പം? അതല്ല, ഞാൻ അവിടെ ചെന്നില്ലെങ്കിലേ നാത്തും ചെന്നിട്ട് അവരുടെ കഴുത്തിലും കായലുള്ള സ്വർണം മുഴുവൻ ഊരിക്കൊണ്ട് പോകും. സ്വർണത്തിന് വേണ്ട ഐഡിയ ആണല്ലേ? ഇല്ല, ടൈം ആവാണ്ട് തുറക്കുന്ന പ്രശ്നമില്ല. ചേട്ടാ, ഇല്ല ഇപ്പോഴും ആ ശീലമൊന്നും മാറിയില്ലല്ലേ? ഈ സ്വർണം കണ്ട പെണ്ണുങ്ങൾക്ക് ആർത്തിയാണല്ലോ. അല്ല, ആ ശീലം ഞാൻ അയ്യോ, ഇവിടെ സ്വർണ്ണം എന്ന് പറഞ്ഞ കമന്നടിച്ച് വീഴും. ആണല്ലേ? പിന്നെ എന്താ പേരെന്താ പറഞ്ഞ? രത്നൻ. രത്നം കണ്ട അപ്പൊ ചാടി. നമ്മുടെ പേരെന്താണ്? തങ്കൻ. അത് കറക്റ്റാ. അല്ലെങ്കിൽ തങ്കത്തിനേക്കാൾ കൂടുതൽ വില രത്നത്തിനാണല്ലോ. ചേട്ടാ, ട്രെയിൻ പോയി. ചേട്ടാ, വണ്ടി സ്റ്റാർട്ട്. തുറക്ക്. ചേട്ടാ, വണ്ടി സ്റ്റാർട്ടാക്കി. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറയാൻ താക്കോല് നിന്റെ കയ്യിലല്ലേ ഞാൻ തന്നത്? അയ്യോ, താക്കോല് താക്കോല് അത്
താഴെ പോയി. താക്കോല് താഴെ പോയി. നീ എന്താണ് നീ കൊച്ചു പിള്ളേരെ പോലെ? അതുകൊണ്ടാ എവിടെ കളത്തി? ഇവിടെ എവിടെയോ. എടി എവിടെ എവിടെയെങ്കിലും നോക്കണേ. എവിടെയടി കൊണ്ട് കളഞ്ഞത്? നമ്മൾ ഈ ഐസക് ന്യൂട്ടന്റെ സിദ്ധാന്തം മാറ്റി പറയേണ്ടി വരും. അല്ല, നമ്മൾ ഈ മുകളിൽ നിന്ന് സാധനം താഴേക്കല്ലേ വന്ന് വീഴണത്? അതെ, ഇതൊരു സാധനം താഴേന്ന് മേളിലേക്ക് പോയിട്ടുണ്ട്. അതേ സാധനം. ഈ താക്കോല് എവിടെ ദേ കിടക്കുന്നു. നിന്റെ കയ്യിൽ പിടിക്കാൻ വെച്ച് താക്കോൽ എങ്ങനെ മേളിലോ? അറിയില്ല. എന്താണത്? ഒന്ന് താത്ത്. ആ താക്കോൽ എടുത്തിട്ട് ഞങ്ങക്ക് പോകണ്ടേന്. ഒന്ന് താത്തി കൊടുക്കിയേട്ടാ. ഇത്രയും നേരം നീ എന്താ പറഞ്ഞേ? പൊക്കാനാണ്. ഇപ്പൊ എന്താ പറയണേ? താത്ത. നീ പറയുമ്പോ പൊക്കാനും താഴ്ത്താനും അല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്, മനസ്സിലായില്ലേ? അല്ല, അങ്ങനെ പറയരുത്. ഞങ്ങൾ ഒരു മരണാവശ്യത്തിന് പോണതാണ്. ഇല്ലില്ല. എന്നിട്ട് ഇവിടെ ചെന്നിട്ട് കാര്യമുള്ളതാണ്. അതുകൊണ്ടാണ് സുഹൃത്തെ. സിഗ്നൽ കിട്ടാതെ എനിക്ക് താഴ്ത്താൻ ഈ പറ്റില്ല. സിഗ്നൽ എപ്പോ വരും? അത് പറയാൻ പറ്റില്ല. 1 മണിക്കൂറും കഴിയാം. ഇനി 1 മണിക്കൂർ ഞങ്ങൾ ഇവിടെ നിൽക്കണം. താത്തി കൊടുക്കിയാ. സാറ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവർക്ക് അവിടെ ചടങ്ങുകളുള്ളതാണ്. ട്രെയിൻ വരുമ്പോഴേ താഴ്ത്താൻ പറ്റും, അല്ലാണ്ട് പറ്റൂല. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ അവിടെ ചെല്ലണം, അതല്ലേ പ്രശ്നം. 1 മണിക്കൂർ കഴിയും 1 എന്തായാലും. മണിക്കൂറൊക്കെ ഇവിടെ നോക്കി. അത്രേ ഉള്ളൂ. എനിക്ക് മനസ്സിലുള്ളത് എന്റെ അമ്മായി. എന്റെ അമ്മായി താക്കോലിട്ട് കളഞ്ഞത് അവളുടെ അമ്മായി. ഇതുകൊണ്ട് ഒരു ഉപകാരം ഇല്ലാണ്ടായി പോയല്ലേ ഈ സാധനം. എന്ത് ചെയ്യത്? ഇങ്ങ് വന്നേ. എന്താണ്? വണ്ടിയുടെ താക്കോല് പോയല്ലേ? ആ, ഒരു കാര്യം ചെയ്യ്, ഞാൻ ആ വഴിക്കാ പോണേ, ഞാൻ വേണേ ഇറക്കി വിട്ടേക്കാം. അത് കൊള്ളാല. ആ ഏട്ടൻ പുറകെ വന്നാ മതി, സമയത്ത് എത്തിക്കണമല്ലോ, അതുകൊണ്ടാണ്. ആ പുള്ളിയുടെ ബൈക്കിൽ കയറി നീ അങ്ങോട്ട് പോയിക്കോ. ഞാനേ ഈ താക്കോൽ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം കേട്ടോ. അയ്യോ, അന്യപുരുഷന്റെ ബൈക്കിലൊന്നും ഞാൻ കേറി പോകത്തില്ല. അന്യപുരുഷനല്ല, നിന്റെ ആങ്ങളെയായിട്ട് കണ്ടാ മതി. ചെല്ലി. ഞാൻ പോകത്തില്ല. എടി നീ അങ്ങനെ കേറടി. കേൾപ്പൊടി. ആങ്ങളെ പോലെ കണ്ടാ മതി. നിറം സിനിമയിലെ പാട്ട് വിട്ട് പോകാൻ പാ. അനിയത്തിപ്രാവിനു പ്രിയരിവർ നൽകും സുഖമുള്ള നോവ്. ചിരിയുടെ പുലരികൾ നീങ്ങും മണിമുറ്റമുള്ളൊരു വീട്. എന്റെ പൊന്നു, ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. അവർക്കും ഇപ്പോഴാ ഒരു ആശ്വാസമായത്. ആർക്ക്? അല്ല, സാറിന്റെ സ്കൂട്ടറിന്റെ കീ മുകളിലല്ലേ കിടക്കണത്? അതെ, സാറിന്റെ ജീവിതത്തിന്റെ കീയും കൊണ്ട് അവര് പോയത് സാറേ. അല്ല എനിക്ക് മനസ്സിലായില്ല. സാറിന് മാത്രമേ മനസ്സിലാകാതുള്ളൂ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട് സാറേ. അല്ല, ഇതെന്ത് കഥ? ഇപ്പൊ തന്നെ ഏകദേശം ഡ്യൂറേഷൻ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ഗേറ്റ് അട വരുമ്പോ ഞാൻ ആ കഥയൊക്കെ സാറിന് പറഞ്ഞു തരാം സാറേ. അപ്പൊ അതുവരെ വെയിറ്റ് ആൻഡ് സീ. ഏ, ഏ, ഇതോ.